പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന ദൈവം നമുക്ക് നൽകിയ ഈ അവസരം എത്ര ഭാഗ്യകരമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. വിശേഷാൽ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരികയാണല്ലോ. ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുറിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായ ചരിത്ര സംഭവം ഇന്ന് നമുക്ക് ഒരല്പനിമിഷം ചിന്തിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അതുപോലെ പാപത്തിൻ്റെ പരിണിത ഫലമായി രോഗങ്ങൾ ഉണ്ട്. എന്നാൽ എല്ലാ രോഗങ്ങളും പാപത്തിൻ്റെ പരിണിത ഫലങ്ങളാകണമെന്നില്ല. അത് പല വിധത്തിൽ രോഗങ്ങളുണ്ടാകാം. എന്നാൽ ഏത് വിധത്തിലാണെങ്കിലും അവയിൽ നിന്ന് പരിപൂർണമായ വിടുതലും സൗഖ്യം നൽകുവാൻ യേശുക്രിസ്തുവിന് കഴിയും. സ്തോത്രം. ഇവിടെ 11-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത് മാർത്തയെക്കുറിച്ചും മറിയെക്കുറിച്ചും ലാസറിനെക്കുറിച്ചുമുള്ള ഒരു സംഭവമാണ്. അവർ പാർത്തതായ ഗ്രാമത്തിൻ്റെ പേര് ബഥാന്യ എന്നാണ്. ആ ഗ്രാമത്തിൽ ഒരു അല്പം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വാക്യങ്ങളിൽ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വാക്യമുണ്ട്. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. യേശു കർത്താവിനോട് സഹോദരിമാർ അറിയിക്കുന്ന വാർത്തയാണ് ലാസർ സൗഖ്യമില്ലാതെ ഭവനത്തിലായിരിക്കുന്നു എന്നുള്ള വാർത്ത. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുക, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. പ്രിയനായവൻ എന്നവിടെ പറയാനുള്ള കാരണം എന്താണ്? യേശു കർത്താവിൻ്റെ സമകാലീനനായിരുന്ന ഒരു ചരിത്രകാരനാണ് ജോസീഫസ് എന്ന് പറഞ്ഞത്. ആ ജോസീഫസിൻ്റെ എഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചരിത്രപരമായ വസ്തുതയുണ്ട്. അത് മറ്റൊന്നുമല്ല, മാർത്തയ്ക്കും മറിയയ്ക്കും ശേഷം അടുത്ത ഒരു കുഞ്ഞിനെ അവരുടെ മാതാവ് ഗർഭം ധരിച്ചിരിക്കുമ്പോൾ, അതായത് ലാസറിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ആ ഗർഭകാലയളവിൽ തന്നെ ആ പിതാവ് മരിച്ചു പോവുകയാണ്. സത്യത്തിൽ അന്നത്തെ ഒരു കസ്റ്റം അനുസരിച്ച്, അവരുടെ ഒരു കൾച്ചർ അനുസരിച്ച് കുഞ്ഞ് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ആ പിതാവ് മരിച്ചു പോയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ, ആ കുഞ്ഞിൻ്റെ എന്തോ ഒരു ശാപമാണ് അതിന് കാരണമെന്ന് ആ സമൂഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ഒരു ശാപം നിമിത്തം തൻ്റെ പിതാവ് മരിച്ചുപോയി എന്നുള്ള ഒരു ചിന്താഗതിയിൽ അവർക്കൊക്കെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനോടൊരു അവജ്ഞ, അല്ലെങ്കിൽ എന്തോ ഒരു അരുതായ്മ, പോരായ്മ ഒക്കെ അവർക്ക് ഫീൽ ചെയ്തു. ആ സമൂഹം അങ്ങനെ ആ കുഞ്ഞിനെ കാണുവാനിടയായി. എന്നാൽ ഈ ലാസർ ജനിച്ചു ചില നാളുകൾ, അത് ആഴ്ചകളാകാം, ചില നാളുകൾക്കുള്ളിൽ തൻ്റെ മാതാവും ഈ ലോകം വിട്ട് മരണം വഴിയായി മാറ്റപ്പെട്ടു എന്ന് ചരിത്രം പറയും. അപ്പോൾ ഓൾറെഡി ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ പിതാവ് മരിച്ചതിനാൽ ഈ കുഞ്ഞ് ഒരു ശാപം അല്ലെങ്കിൽ ശപിക്കപ്പെട്ട കുഞ്ഞാണ് എന്നൊരു പ്രത്യേക ചിന്താഗതി അവരിൽ ഉണ്ടായിരുന്നു ആ സമൂഹത്തിൽ. ഇപ്പോൾ താൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം തൻ്റെ മാതാവും കൂടെ മരിച്ചു എന്ന് കണ്ടപ്പോൾ നിശ്ചയമായിട്ടും അവരുടെ അതുവരെയുള്ള മനോഭാവത്തിന് കുറച്ചുകൂടെ ആക്കം കൂട്ടി. അതായത് ഈ കുഞ്ഞ് ഒരു ശപിക്കപ്പെട്ട കുഞ്ഞ് തന്നെയാണ്. സത്യത്തിൽ അത് ലാസറിനെ മാത്രമല്ല, തൻ്റെ 2 സഹോദരിമാരെ കൂടെ അത് ബാധിപ്പാനാണ്. അല്ലെ ആ ഒരു ഭവനത്തെ, അത് ആ സമൂഹം ആ നിലയിൽ മുദ്രകുത്തി എല്ലാവരും വെറുക്കപ്പെട്ട ഒരു ഭവനമായി. ആരും അല്ലെങ്കിൽ അവർക്കൊരാശ്രയമായിട്ടില്ല. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ ഒറ്റപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രം എന്ന നിലയിലും ആയിരിക്കുന്ന ആ കുടുംബത്തിൽ ഈ ഭൂമിയിൽ പരസ്യ ശുശ്രൂഷയ്ക്കായി ദൈവത്താൽ അയക്കപ്പെട്ട് കടന്നു വന്ന യേശു കർത്താവ് ആ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു. മാർത്തയെ സ്നേഹിച്ചു, മറിയയെ സ്നേഹിച്ചു, ലാസറിനെയും സ്നേഹിച്ചു. അതാണ് അതിൽ തിരുവെഴുത്തിൽ ഇങ്ങനെ പറഞ്ഞു, യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. 11-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നു.
ഞാൻ അതിനകത്തൊരു കാര്യം പറയാം. മനുഷ്യരൊക്കെ നമ്മളെ നമ്മുടെ പൊതുവേ ഉള്ള പല കാര്യങ്ങളും കണ്ടുകൊണ്ട് വിലയിരുത്തി ചിലപ്പോൾ അവഗണിച്ചെന്ന് വരാം. അവർ വേണ്ടതായ പരിഗണനയൊന്നും തന്നെന്ന് വരികയാണ്. അല്ലെങ്കിൽ ആരും ഒന്ന് സ്നേഹിക്കാനോ കരുതാനോ ഒരാശ്വാസവാക്ക് പോലും പറയാൻ ആരുമില്ലെന്ന് വരാം. പക്ഷേ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവവേദനെ, നിന്നെ സ്നേഹിപ്പാൻ യേശു കർത്താവുണ്ട്. നിന്നെ സ്നേഹിപ്പാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിനക്ക് വേണ്ടി കരുതുവാൻ മറ്റാരും നിൻ്റെ കൂടെ ഇല്ലാത്തപ്പോഴും നിൻ്റെ വേദനകളെ അറിയുവാൻ ആ യേശു കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ഞാനിത് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ എനിക്ക് തോന്നുന്നത്, ഈ തിരുവെഴുത്തിൽ കാണുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ യേശു കർത്താവും ശിഷ്യന്മാരും വന്ന് അന്തി ഉറങ്ങിയത് ഇവരോടൊപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും വെറുത്തവർ, ആർക്കും വേണ്ടാത്തവർ, ആരും സ്നേഹിക്കാത്തവർ, യേശു അവരെ ഏറ്റവും അധികം സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങളും എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്തവരെ പോലാകാം. കൂട്ടുകാരില്ലേ, നാട്ടുകാർ, വീട്ടുകാർ, ചർച്ചക്കാർ അല്ലേ, നമുക്ക് പറയാൻ ഒത്തിരി പേര് കാണാം. പക്ഷെ നമ്മളെ ഉള്ളതുള്ള പോലെ അറിഞ്ഞൊന്ന് സ്നേഹിക്കാൻ എത്ര പേരുണ്ട്? മറ്റാരും ഇല്ലേലും പ്രിയ ദൈവവേദന, നിന്നെ സ്നേഹിപ്പാൻ യേശു കർത്താവുണ്ട്. യേശുവിന് നീ ഒരു പ്രിയനായവനാണ്, ആയവള ഒരിക്കലും കൈവിടത്തില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ സ്നേഹവും ആ കരുതലും എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യവും കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. ജീവിതത്തിൽ ഈ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം ദൈവമൊരുക്കും. ഈ വചനം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, അങ്ങേക്ക് പ്രിയനായവൻ ആയിരുന്നിട്ട് പോലും വളരെ രോഗാവസ്ഥയിൽ ദീനം പിടിച്ചു കിടന്ന ഒരു ലാസറിനെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾപ്പാനിടയായി. ഒരു സമൂഹം മുഴുവൻ ഭ്രഷ്ടെന്നും ശപിക്കപ്പെട്ടവരെന്നും മുദ്രകുത്തി സമൂഹം അവരെ ഒരു വിധത്തിലും ആദരിക്കാതെ അവഗണിച്ചപ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവരെ സ്നേഹിച്ച യേശു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾപ്പാനിടയായല്ലോ. ഈ തിരുവെഴുത്ത് കേൾക്കുന്നവർ, ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവെ, അവരെ വേണ്ടും വണ്ണം പരിഗണിപ്പാനോ അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവരെ സ്നേഹിപ്പാനോ മറ്റാരുമില്ലെങ്കിലും കർത്താവെ, അങ്ങാണ് സ്നേഹം, അങ്ങാണ് സ്നേഹിതൻ. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റാർക്കും ഞങ്ങളെ സ്നേഹിപ്പാൻ കഴിയത്തില്ല. ആ സ്നേഹം കാൽവരി ക്രൂശിൽ പ്രദർശിപ്പിച്ചല്ലോ. ആ നിലയിലുള്ള ദൈവിക സ്നേഹത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയുവാൻ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം, അവർക്ക് വേണ്ടി കരുതുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കൈക്കൊണ്ടതിനായി നന്ദി. യേശു ക്രിസ്തു നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.